say I'm sick and it won't take long till my sickness spreads worldwide. ഗൈസ്, അപ്പോൾ നമുക്കൊരു വാട്ട ഈറ്റിൻ്റെ ഡേ ചെയ്താലോ? ഞാൻ ഇടയ്ക്ക് കുറച്ച് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു, അതായത് ഉച്ചയ്ക്കത്തെ ഫുഡ്, രാവിലത്തെ ഫുഡൊക്കെ. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തു ഫുഡ് ഭയങ്കര മോശമാണല്ലോ, ഫുള്ള് വെജിറ്റേറിയൻ ആണെങ്കിൽ എങ്ങനെയാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾക്കിവിടെ മെയിനായിട്ടും രാവിലെയും ഉച്ചയ്ക്കും വെജിറ്റേറിയൻ ആയിരിക്കും. ആകെ വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ നമുക്ക് ബിരിയാണി ഉള്ളത്, ബാക്കി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വെജിറ്റേറിയൻ ആയിരിക്കും. പിന്നെ രാത്രിയിലാണ് നമുക്ക് നോൺ വെജ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്, അതായത് രാവിലത്തെയും ഉച്ചയ്ക്കത്തെയും ടീ ടൈമിലെയും രാത്രിയിലത്തെയും ഫുഡ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ഒരു സെക്കൻഡ് ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ വാട്ട ഈറ്റിൻ്റെ ഡേയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാണാം. അപ്പോൾ ഗൈസ്, ഇത് ഞാൻ ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫ്ലോറിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ലീവ് ആയത് കാരണം എല്ലാവരും വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ ലിഫ്റ്റ് വന്ന് ഗൈസ്, അങ്ങനെ ഞാൻ ലിഫ്റ്റിൽ കയറി. ഇന്ന് ഞങ്ങൾക്ക് രാവിലെ പഴം ഉണ്ടായിരുന്നു കഴിക്കാൻ, ചായ ഉണ്ടായിരുന്നു. ചായ ഇല്ലെങ്കിൽ നമുക്ക്, ചായ വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ കോഫി കിട്ടും. പിന്നെ ഇത് കടലക്കറിയാണ് ഗൈസ്, കൊച്ചു കടലയുടെ കറിയാണ്. പിന്നെ ഇത് പുട്ടാണ്. ഇന്ന് കുറ്റിപ്പുട്ടല്ലായിരുന്നു ഗൈസ്, പൊടിച്ച പുട്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിന് വെളിയിലോട്ട് ഇറങ്ങിയതാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ, ഒത്തിരി ചെടികളുണ്ട്. പിന്നെ മാവൊക്കെ പൂത്ത് നിൽക്കുകയാണ്. ഒത്തിരി ചെടിയുണ്ട്, ചെമ്പരത്തി ഉണ്ട്, റോസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ചെടികളുണ്ട്. കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ വാർഡൻ നല്ല രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. രാവിലെയും രാത്രിയിലും ഒക്കെ ഇതിന് വെള്ളം ഒഴിക്കും. അതിൻ്റെ തെളിവ് നിങ്ങൾക്ക് അവിടെ കാണാനുണ്ടല്ലോ, വെള്ളം. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഉച്ചയ്ക്കത്തെ ഫുഡ്. പപ്പടം ഉണ്ടായിരുന്നു, പച്ചമോരുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പയറുകറി ഉണ്ടായിരുന്നു, ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഉച്ചയ്ക്കത്തെ ഫുഡ്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മാങ്ങാച്ചാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചില ദിവസത്തെ ഫുഡ് എനിക്ക് അത്ര ഒരു ഇതല്ല. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ചായയുടെ കൂടെയുള്ള കടി. പപ്സും കോഫിയായിരുന്നു ഞാൻ എടുത്തത്. ഇത് നമ്മളുടെ രാത്രിയിലത്തെ ഭക്ഷണമാണ്. ഫ്രൈഡ് റൈസും ചിക്കനുമാണ്. അച്ചാറുണ്ട്, സാലഡുണ്ട്. ഇത് ലൈം ജ്യൂസാണ് കേട്ടോ ഗൈസ്. ഗൈസ്, എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ഫുഡ് ഇഷ്ടപ്പെട്ടോ? ഇന്നത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഫുഡാണ്, 3 നേരവും നല്ല ഫുഡാണ്. പിന്നെ ടീ ടൈമിലുള്ള പഫ്സും എല്ലാം നല്ലതാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന നീറ്റ് ആസ്പിറൻസിനോടാണ്. ലൈഫൊക്കെ ഭയങ്കര ചില്ലാണ്. ഇപ്പോൾ ഇത് സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ ഏതെങ്കിലും ഗവൺമെൻറ് കോളേജിലോട്ട് പൊക്കോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക. പിന്നെ ലൈഫൊക്കെ ഭയങ്കര ചില്ലാണ്, ഭയങ്കര സന്തോഷമുള്ള ലൈഫാണ്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് ഈ ഫീൽഡിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഇവിടുന്ന് കിട്ടും. പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതേപോലുള്ളൊരു സൈസിലുള്ളൊരു 4-5 ടെക്സ്റ്റ് ബുക്കൊക്കെ പഠിക്കാൻ കാണും എന്നുള്ളതാണ്. ഒറ്റക്കൈ കൊണ്ടെടുത്ത് പൊക്കാൻ വളരെ പാടാണ് ഗൈസ്. പക്ഷെ എന്നാലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ തരും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ടാറ്റാ.